ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനാണ്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ബൈക്കിൽ ലോങ് ട്രിപ്പെല്ലാം പോകുന്നത്. ആതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറ ഈ റൂട്ട് കുറേ വീഡിയോസിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി റൂട്ടാണ്, ബൈക്ക് റൈഡേഴ്സിനൊക്കെ പോകാൻ അടിപൊളിയാണെന്ന് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാളായിട്ട് ആഗ്രഹിച്ചായിരുന്നു ഈ റൂട്ടിൽ കൂടെ ഒന്ന് പോകണമെന്ന്. വാൽപ്പാറ പോകുന്നത് വേറെ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ആതിരപ്പള്ളി പോകുന്ന വീഡിയോസ് മാത്രമേ ഉള്ളൂ. നമുക്ക് പോയി കുറച്ച് റോഡിലേക്ക് എത്തുമ്പോൾ തന്നെ ആനയുണ്ട്, സൂക്ഷിക്കാനുള്ള ബോർഡുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ റോഡ് നല്ല അടിപൊളി റോഡാണെന്നാണ് വീഡിയോയിൽ കണ്ടത്. പക്ഷെ നമ്മൾ പോയ കുറച്ച് ഏരിയയൊക്കെ ഇതേപോലെ പൊട്ടിപ്പൊളിഞ്ഞ് കുറച്ച് ഗട്ടറൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞ് നല്ല റോഡ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഫോറസ്റ്റിലൂടെ റൈഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ബെസ്റ്റ് റൂട്ടാണെന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടുള്ളത്. പോയി നോക്കിയാലേ അറിയുള്ളൂ എങ്ങനെയുണ്ട്. കുറച്ച് ദൂരം കൂടി ഈ റോഡിന് പോകുമ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയായിരുന്നു. 60 രൂപയായിരുന്നു ടിക്കറ്റ് ഒരാൾക്ക് വേണ്ടി വന്നത്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം താഴോട്ട് നടക്കാനുണ്ട്. ഈ വഴിയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത്. പോകുന്ന വഴിയും കാണാൻ നല്ല ഭംഗിയുള്ള വഴി തന്നെയായിരുന്നു. മഴ കിട്ടുമെന്നായിരുന്നു വിചാരിച്ചത്, പക്ഷെ ഭയത്തിന് മഴ ഉണ്ടായില്ല. നല്ല വെയിലുള്ള കാലാവസ്ഥയായിരുന്നു വന്നപ്പോൾ. അപ്പോൾ നമ്മൾ നടന്ന് ഏകദേശം വെള്ളച്ചാട്ടത്തിന് അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരിട്ട് വെള്ളച്ചാട്ടം കൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് ഈ മുകളിൽ നിന്ന് മാത്രം കണ്ടിട്ട് പോകാനേ പറ്റുള്ളൂ. താഴോട്ട് ഇറങ്ങാനൊന്നും പറ്റിയില്ല. ഇന്നത്തെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ താഴെ പോയി അവിടെയുള്ള വ്യൂ ഒന്ന് കാണുക, അത് ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു. ചാലക്കുടിപ്പുഴയിലാണ് കേട്ടോ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഒഴുകി വരുന്നതാണ് വെള്ളച്ചാട്ടത്തിലോട്ടുള്ള വെള്ളം. ഏകദേശം നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിന് സൗണ്ട് ഇങ്ങനെ കേൾക്കാം. വെള്ളം ചാടുന്നു, അത്ര ഉയരത്തുനിന്ന് താഴോട്ട് ചാടുന്നതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് ഉണ്ട്. വലിയ തിരക്കൊന്നും കാണുന്നില്ല, കുറച്ച് ആളുകളേ ഉള്ളൂ. ആളുകളില്ലാത്തൊരു ഗ്യാപ്പ് എന്തെങ്കിലും കിട്ടിയാലേ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അത് നടക്കുമെന്ന് അറിയത്തില്ല. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം തൊട്ടടുത്തുള്ള നമ്മൾ വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാൻ. അതും ആതിരപ്പള്ളിയുടെ തൊട്ടടുത്തുണ്ട്. 5 കിലോമീറ്റർ അങ്ങനെ ഡിസ്റ്റൻസ് ഉള്ളൂ. 2 സ്ഥലത്തേക്കും ഒരു എൻട്രി ടിക്കറ്റ് തന്നെ നമുക്ക് മതി. ഇതാണ് കേട്ടോ മുകളിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത്. ഇതിനേക്കാൾ അടുത്തോട്ട് നമുക്ക് പോകാൻ സാധിക്കത്തില്ല. ബാക്കിയെല്ലാം വേലിയായിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. താഴോട്ടുള്ളതും കാണുന്നു. ഫ്രണ്ടിൽ മരങ്ങളൊക്കെ ആയതുകൊണ്ട് താഴോട്ട് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. നല്ല വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ പോയ സമയത്ത്. സെപ്റ്റംബർ മാസമൊക്കെ ആയതുകൊണ്ട് മഴ കുറവാണ്, എന്നാലും അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശക്തിയിലാണ് കണ്ടില്ല താഴോട്ട് വെള്ളം പതിക്കുന്നു. ഈ ഫ്രണ്ടിലുള്ള ഈ മരം കൂടി ഇല്ലായിരുന്നു, കുറച്ചുകൂടി ലോങ് ആയിട്ടുള്ള വ്യൂ കൂടി കിട്ടിയായിരുന്നു. മരം വന്നുകൊണ്ട് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. കിട്ടിയ ചെറിയൊരു ഗ്യാപ്പിൽ ഞാനും കയറി 3-4 വീഡിയോസും ഫോട്ടോസൊക്കെ അങ്ങ് എടുത്തു. ഈ ക്ലിപ്പൊന്നും നമ്മൾ അടുത്ത് പോയിട്ട് എടുത്തല്ല, ക്യാമറ സൂം ചെയ്തെടുത്തതാണ് ഷോട്ടുകളൊക്കെ. ഇവിടെ ഹൈലൈറ്റായി നിൽക്കുന്ന മറ്റൊരു ഷെഡ് കൂടെ ഉണ്ട്. എല്ലാവരും കണ്ടിട്ടൊക്കെ ഉണ്ടാവും. ഈ കാണുന്നതാണ് ആ ഷെഡ്. ഫോറസ്റ്റിലെ ഓഫീസേഴ്സൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. വലിയ വെള്ളപ്പൊക്കം വന്നിട്ടൊന്നും അത് ഒലിച്ചു പോയിട്ടൊന്നുമില്ല. അപ്പം അതെല്ലാം കണ്ടിന് നമ്മൾ താഴോട്ട് ഇറങ്ങാൻ പോകണം, താഴത്തോട്ട്. ഇപ്പോൾ നമ്മളോട് വഴിയാണ്. നിറയെ കുരങ്ങന്മാരൊക്കെ പോണ വഴിക്കുണ്ട്. സൂക്ഷിച്ചൊക്കെ പോകണമല്ലോ, മൊബൈലൊക്കെ തട്ടിപ്പറിച്ചിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കെയർഫുള്ളായിട്ട് നടക്കുക. അത്യാവശ്യം കുറച്ച് ദൂരം നടന്ന് ഇറങ്ങാനുണ്ട് താഴോട്ട്. അപ്പോൾ നടക്കാനൊക്കെ കഴിയുന്നവർ മാത്രം ഇറങ്ങാൻ ശ്രമിക്കുക. അത്യാവശ്യം കുത്തനെയുള്ള ഇറക്കം, ചെറിയ സ്റ്റെപ്പൊക്കെ ആയിട്ടാണ് താഴോട്ടുള്ളത്. നമ്മൾ ഏകദേശം താഴെ എത്തി. താഴെ ഇറങ്ങിയപാട് കണ്ട ഒരു കാഴ്ചയാണിത്. അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എന്താ അടിപൊളി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. വിചാരിച്ച പോലെ തന്നെയായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ ഒരുപാട് അടുത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ല, കുറേ ദൂരത്ത് തന്നെ വേലിയായിട്ട് അടച്ചിട്ടുണ്ട്. പണ്ടത്തെ കുറേ ആൾക്കാരുടെ ഫോട്ടോ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. കുറേ കൂടി ഉള്ളിൽ പോയി നേരെ സെൻറ്ററിലൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോസും വീഡിയോസും. അപ്പോൾ അത് പറ്റത്തില്ല എന്ന് വരുമ്പോഴേ അറിയായിരുന്നു. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പോയി അങ്ങനെ ഒരു ഷോട്ട് എടുക്കണമെന്ന്. നമുക്ക് സൈഡിൽ നിന്ന് കാണാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറ്റത്തുള്ളൂ. സൈഡിൽ നിന്നാണെങ്കിലും സംഭവം അടിപൊളി.
ഈ ഒരു ഷോട്ടിൽ കാണാം വെള്ളച്ചാട്ടം ഒരുപാട് ബാക്കിലായിട്ട്. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അടുത്ത് പോയി എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതായത് അത്ര വേനൽക്കാലത്തൊക്കെ കുറച്ചുകൂടി അടുത്തോട്ട് പോകാനുള്ളൊരു സാഹചര്യവും വെള്ളം കൂടുന്ന ടൈമിന് അങ്ങനെ അത്ര അടുത്ത് പോകാൻ പറ്റാത്ത രീതിയിലും ചെയ്യായിരുന്നു നല്ലതായിരുന്നു. ഈ ഒരു സംഭവമുണ്ട്, ഇതാണ് നമ്മളെ മൊത്തം നനയ്ക്കുന്നത്. സൈഡിലോട്ട് നിന്നാൽ തന്നെ മൊത്തം നനഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. വെള്ളം അങ്ങനെ ആവിപോലായി പോകുന്നതുകൊണ്ട് കാണാൻ അടിപൊളിയാണ്. എന്നാലും നനഞ്ഞ മുടിയൊക്കെ നനഞ്ഞ് ഡ്രസ്സൊക്കെ അത്യാവശ്യം നനയാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ പിന്നെ അവിടെ തിരിച്ച് കയറിയത്. കുരങ്ങന്മാരുണ്ട് ഒരുപാട്, അമ്മയും കൊച്ചുങ്ങളൊക്കെ ആയിട്ട് അതിലേലി ഓടി നടക്കുന്നുണ്ട്. ഇത് അങ്ങോട്ടേക്കുള്ള റോഡ് സൈഡിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ. ഇതും അടിപൊളി വ്യൂ തന്നെയാണ്. ഈ കാണുന്നതാണ് ചാർപ്പ വെള്ളച്ചാട്ടം. ഇത് നമ്മൾ വാഴച്ചാലിലോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് റോഡ് സൈഡിൽ തന്നെ കാണാൻ പറ്റുന്നൊരു കിടിലൻ വെള്ളച്ചാട്ടം തന്നെ. വെള്ളച്ചാട്ടം കാണാനായിട്ട് നമുക്കൊരു ബ്രിഡ്ജ് ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ. അതിൽ കയറി കഴിഞ്ഞാൽ തന്നെ കാഴ്ചകളൊക്കെ അടുത്ത് നിന്ന് കാണാൻ പറ്റും. ഈ വെള്ളച്ചാട്ടം കാണാൻ പ്രത്യേകിച്ച് എൻട്രി ഫീയും കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വാഴച്ചാൽ വെള്ളച്ചാട്ടം. അപ്പോൾ ഇതും കൂടെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങി അവിടെ നിന്ന്. പിന്നെ ആതിരപ്പള്ളി സ്റ്റേ ചെയ്ത് നാളെ രാവിലെ വാൽപ്പാറയിലോട്ട് പോകാനാണ് പ്ലാൻ. വാൽപ്പാറയിലെ കാഴ്ചകളുമായി അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.